മദ്യം വിഷമാണ്. അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഗുരുദേവന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട്സ് ആണിത്. മദ്യം മനുഷ്യന്റെ ജീവനും സ്വത്തിനും ആരോഗ്യത്തിനും ഒരേപോലെ നാശമുണ്ടാക്കുന്ന വസ്തുവാണ്. ഈ മദ്യമാകട്ടെ ഇപ്പോൾ ഡൽഹി ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും ഊരാക്കുടുക്കിൽ എത്തിച്ചിരിക്കുന്ന ഒരു വാർത്ത നമ്മൾ കാണുന്നു. വാർത്തകളിലൊക്കെ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഡൽഹി ലിക്കർ കേസിനെ പറ്റിയാണ് ഇന്ന് വീഡിയോ ചെയ്യുവാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളെല്ലാം ടിവിയിലും പത്രത്തിലുമൊക്കെ ഇങ്ങനെ നിറയുമ്പോൾ നമ്മൾ എന്താണ് ഈ ഡൽഹി ലിക്കർ കേസ്, എന്താണ് ഈ കേസിന് ആധാരം, ഈ കേസുമായി ബന്ധപ്പെട്ട് ആരുടെ ഭാഗത്താണ് ശരി, കെജ്രിവാളിന്റെ ആണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസുമായിട്ട് പോകുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്താണോ ശരി, തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ മൈൻഡിലേക്ക് വരാറുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ള വിധികളൊക്കെ പുറത്തു വരാനുള്ളത് ബഹുമാനപ്പെട്ട കോടതിയുടെ പക്കൽ നിന്നുമാണ് എന്നറിയാം. എങ്കിലും ഈ കേസിനെ പറ്റി കുറച്ച് ആധികാരികമായിട്ട് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് തോന്നലുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഡൽഹിയിലെ പുതിയ ലിക്കർ പോളിസി എന്താണെന്നുള്ളതും ഗോവയിലെ ഇലക്ഷൻ, അതേപോലെ തന്നെ സൗത്ത് ഗ്രൂപ്പുമായിട്ടുള്ള കണക്ഷൻ, ഇതെല്ലാം ഈ കേസിൽ എങ്ങനെ ഇൻവോൾവ് ആകുന്നുവെന്നും, അപ്പോൾ അതേപോലെ ഡൽഹിയിലെ നേതാക്കളെ കൊടുക്കാനും വേണ്ടിയിട്ട് ഈ പുതിയ ലിക്കർ പോളിസിയിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് എന്നും, ഇതുമായി ബന്ധപ്പെട്ട് ഇഡിയും CBIയും എല്ലാം കോടതിയിൽ ഏതൊക്കെ രേഖകളാണ് സമർപ്പിച്ചത് തുടങ്ങിയ ഒട്ടുമിക്ക കാര്യങ്ങളും ഈ കേസിന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി അടക്കമുള്ള ഒരു ബൃഹത്തായിട്ടുള്ള ഒരു വീഡിയോ വളരെ ലളിതമായ രീതിയിൽ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചാനലിൽ വരുന്ന കണ്ടന്റുകളെല്ലാം ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുകയും മാക്സിമം കമന്റ് ചെയ്യുകയും മാക്സിമം സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഒട്ടും തന്നെ സമയം വേസ്റ്റ് ആക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. അതായത് ഏകദേശം 8 ചാർജ് ഷീറ്റുകളും അനുബന്ധ വിവരങ്ങളും ഒക്കെ അടക്കം 10ഓളം ഡോക്യുമെന്റുകളാണ് കോടതിയിൽ ഇഡിയും CBIയും ചേർന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു സംസ്ഥാനത്തിന് അതിന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റുകൾക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള റവന്യൂ അത്യാവശ്യമാണ് എന്നുള്ള ഫാക്ട് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഈ റവന്യൂ സുപ്രധാനമായും നികുതിയുടെ രൂപത്തിലാണ് വരുന്നത് എന്നുള്ള കാര്യവും നമുക്ക് നന്നായിട്ട് അറിയാം. ടാക്സ് റവന്യൂവിന്റെ കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ മദ്യത്തിന്റെ വിറ്റഴിക്കലിൽ നിന്നൊക്കെയാണ് ഏറ്റവും അധികം ടാക്സ് റവന്യൂ ഒരു സംസ്ഥാനത്തിന് വന്നു ചേരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വിദേശ സഞ്ചാരികൾ വളരെയധികം വന്നെത്തുന്ന ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുപ്രധാനമായിട്ട് ഘടകമായി മാറുന്നു എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. 2020 സെപ്റ്റംബർ 4 വരെ ഡൽഹിയിൽ ഓൾഡ് ലിക്കർ പോളിസി ആയിരുന്നു നിലവിലുണ്ടായിരുന്നത്. ഇതിലെ കണക്കുകൾ പ്രകാരം ഡൽഹിയിൽ ഏകദേശം 864 ലിക്കർ ഷോപ്പുകൾ ഉണ്ടായിരുന്നതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇതിൽ തന്നെ 475 ഗവൺമെന്റ് ഷോപ്പുകളായിരുന്നു എന്നുള്ളതും 389 പ്രൈവറ്റ് ഷോപ്പുകളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പഴയ ലിക്കർ പോളിസിയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെന്നും അത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതും പറയപ്പെടുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഈ പഴയ ലിക്കർ പോളിസിയിൽ ഈ പറയുന്നത് പോലെ ഗവൺമെന്റിന് ട്രബിൾ ഉണ്ടാക്കുന്ന എന്ത് സംഗതിയാണ് ഉണ്ട് എന്നുള്ളതാണ്. പഴയ ലിക്കർ പോളിസി പ്രകാരം ഒരു ബോട്ടിൽ വിൽക്കുമ്പോൾ 25% വാറ്റ് അഥവാ വാല്യൂ ആഡഡ് ടാക്സ് ആയിരുന്നു സർക്കാർ ഈടാക്കിയിരുന്നത്. അതായത് സിമ്പിളായി പറഞ്ഞാൽ 100 രൂപയുടെ മദ്യം വിൽക്കുമ്പോൾ 25 രൂപ ഗവൺമെന്റിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് അർത്ഥം. എന്നാൽ ചില ഷോപ്പ് ഉടമകളൊക്കെ ഇത് വിൽക്കുന്ന മദ്യത്തിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ സർക്കാരിലേക്ക് കൊടുക്കില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കാത്തതിന്റെ പേരിൽ, ഗവൺമെന്റിൽ സമർപ്പിക്കാത്തതിന്റെ പേരിൽ ഗവൺമെന്റിൽ വന്നു ചേരുന്ന റവന്യൂവിൽ കാര്യമായിട്ടുള്ള ഇടിവുകളൊക്കെ സംഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ നിലനിന്നു. മാത്രമല്ല ബാറുകൾ, ലിക്കർ ക്ലബ്ബുകൾ തുടങ്ങിയവയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നതും ഒരു പ്രത്യേകതയായിരുന്നു. മാത്രമല്ല ഡൽഹിയുടെ അതിർത്തി പ്രദേശങ്ങളായിട്ടുള്ള ഗുഡ്ഗാവില് ഡ്രൈ ഡേയ്സ് എന്ന് പറയുന്ന സിസ്റ്റംസ് വളരെ കുറവായിരുന്നു. മാത്രമല്ല ഡൽഹിയേക്കാൾ ചീപ്പ് റേറ്റിൽ ലിക്കർ അവൈലബിൾ ആവുകയും ചെയ്തിരുന്നു അവിടെ. അപ്പോൾ ലിക്കറുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലുണ്ടായ ഈ ഒരു പ്രതിസന്ധി, അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ മാഫിയകളുടെ അഴിഞ്ഞാട്ടം, ഡൽഹിയിലെ റവന്യൂ ഗുഡ്ഗാവ് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തടയുന്നതിന്റെ ഭാഗമായിട്ട് പഴയ ലിക്കർ പോളിസിയിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് വരുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് എന്ന് അവിടുത്തെ ഗവൺമെന്റ് മനസ്സിലാക്കിയെടുക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 2020 സെപ്റ്റംബർ 4 അരവിന്ദ് കെജ്രിവാൾ എക്സൈസ് കമ്മീഷണർ ആയിട്ടുള്ള ആരവ് ഗോപികൃഷ്ണ IAS ഹെഡഡ് ആയിട്ടുള്ള ഒരു എക്സ്പെർട്ട് കമ്മിറ്റി വിളിച്ചു കൂട്ടുന്നു. 2020 ഒക്ടോബർ 13 ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും 2021 ഫെബ്രുവരി 5 ഈ റിപ്പോർട്ടിന് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ ഡൽഹി ക്യാബിനറ്റിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. സ്വീകാര്യതയൊക്കെ വളരെയധികം കിട്ടിയതായിരുന്നു ഈ ഒരു പുതിയ ലിക്കർ പോളിസി എന്ന് പറയുന്നത്. എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കൾ ജയിലിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു ചേഞ്ച് ആയിരുന്നു ഇത്. ഡൽഹിയിലെ ഡെപ്യൂട്ടി CM ആയിട്ടുള്ള മനീഷ് സിസോദിയ എന്ന് പറയുന്ന ഒരു വ്യക്തി, അരവിന്ദ് കെജ്രിവാളിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്നയാൾ. ഇദ്ദേഹം വളരെയധികം വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു പവർഫുൾ ലീഡറായിരുന്നു, ഡൽഹിയിലെ ശക്തനായ ഒരു ലീഡറായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ ലിക്കർ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് ഇദ്ദേഹമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം.
ഇദ്ദേഹത്തോടൊപ്പം റവന്യൂ മിനിസ്റ്റർ ആയിരുന്ന കൈലാഷ് ഗെഹ്ലോട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്ന സത്യേന്ദ്ര ജെയിൻ തുടങ്ങിയവരെയും ഈ ഒരു ദൗത്യത്തിലേക്ക് കൂട്ടിച്ചേർത്തതായിട്ട് കാണാൻ സാധിക്കും. ഈ മൂവരും ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന പേരിലായിരുന്നു ഡൽഹിയിൽ ആ സമയത്ത് ഈ ഒരു മിഷനിലേക്ക് ആഡ് ചെയ്തത് എന്ന് മനസ്സിലാക്കാം. അതായത് ഈ പോളിസി എങ്ങനെ ഏത് രീതിയിൽ എപ്പോൾ എക്സിക്യൂട്ടീവ് ചെയ്യണമെന്ന് ഈ മൂവർ സംഘം തീരുമാനിക്കുമായിരുന്നു. അത്രയ്ക്ക് സുപ്പീരിയർ പവർ ആയിരുന്നു എന്നർത്ഥം. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂസിന് ശേഷം 22/3/2021 പുതിയ പോളിസി അംഗീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അതൊരു കേന്ദ്രഭരണ പ്രദേശമാണെന്ന് എല്ലാവർക്കും അറിയാം. അതിനാൽ തന്നെ ഭരണത്തലവനായിട്ടുള്ള ലഫ്റ്റനന്റ് ഗവർണർ പദവിയിൽ ഇരിക്കുന്ന വ്യക്തി കൂടി ഇതിലൊരു അംഗീകാരം നൽകേണ്ടത് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടി അംഗീകാരം ലഭിച്ചെങ്കിൽ മാത്രമേ ഇതിന് നിയമമായി പ്രാബല്യത്തിൽ വരാൻ സാധിക്കുകയുള്ളൂ. പുതിയ നിയമത്തിൽ ഉണ്ടായിരുന്ന കോണ്ടെക്സ്റ്റുകൾ എന്തൊക്കെയായിരുന്നു എന്നതാണ് അടുത്തതായിട്ട് നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. നേരിട്ടുള്ള മദ്യവിൽപ്പന ഗവൺമെന്റിന്റെ ജോലിയല്ല എന്നതുകൊണ്ട് തന്നെ പുതിയ നിയമം പറയുന്നതിനനുസരിച്ച് ഗവൺമെന്റ് ലിക്കറിന്റെ റീറ്റെയിലിംഗ് നടത്തുന്നതല്ല എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ ഉത്തരവാദിത്വം പ്രൈവറ്റ് വെണ്ടേഴ്സിൽ ഒരു ബിഡിംഗ് മുഖേന പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പഴയ നിയമം അനുസരിച്ച് ലൈസൻസ് ഫീസ് 7 ലക്ഷം വരെ ആയിരുന്നത് പുതുക്കിയ പോളിസി പ്രകാരം 5 കോടിയായി ഉയർത്തുകയുണ്ടായി. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ബിഡിംഗ് അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ, ഒരു ലേലത്തിലൂടെയാണ് ഇതിന്റെ ലൈസൻസ് ലഭ്യമാക്കുക എന്നതും ഈ പുതിയ നിയമത്തിൽ പറഞ്ഞു വെക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ടുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് വെച്ചാൽ ഡൽഹി ഏകദേശം 32 സോണുകളായിട്ട് തരംതിരിക്കുകയും ഓരോ സോണിലും ഏകദേശം 27ഓളം ഷോപ്പുകൾ തുറക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു വെക്കുന്നു. ഇതായിരുന്നു പുതിയ പോളിസി പ്രകാരമുള്ള സോണൽ ഡിവിഷന്റെ ആ ഒരു സ്ട്രക്ചർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ചേഞ്ച് എന്തെന്നാൽ കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് മദ്യപാനത്തിന്റെ ആ ഒരു ഏജ് ലിമിറ്റ് 25 ആയിരുന്നതിൽ നിന്ന് 21ലേക്ക് കുറയ്ക്കുന്നത് കാണാൻ സാധിക്കും. നേറ്റീവ് ആൾക്കാരെ ആകർഷിക്കുന്നതിനോടൊപ്പം തന്നെ നൈബറിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിൽ നിന്ന് ആൾക്കാരെ ഇതിലേക്ക് ആകർഷിക്കുന്നതിന്റെ കൂടി ഭാഗമായിട്ട് ഡൽഹി ഇങ്ങനെ ഒരു എയിം വെച്ചിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മാത്രമല്ല, ഈ ഒരു പഴയ പോളിസി പ്രകാരം ഡൽഹിക്ക് ചുറ്റിനുമുള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഡൽഹിക്ക് ചുറ്റുമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ 3 ഡ്രൈ ഡേയ്സ് ഉണ്ടായിരുന്നപ്പോൾ ഡൽഹിയിൽ ഏകദേശം 23 ഡ്രൈ ഡേയ്സ് ആയിരുന്നു ആ ടൈമിൽ പഴയ പോളിസി പ്രകാരം ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട്. ഇതിലും ഒരു സാരമായിട്ടുള്ള മാറ്റം വരുത്തി ഇത് 3 ദിവസത്തേക്ക് ചുരുക്കിയുണ്ടായി. അതായത് മദ്യം വിൽക്കുന്ന അവധി ദിവസങ്ങൾ 3ലേക്ക് ചുരുക്കി ബാക്കിയുള്ള ദിവസമെല്ലാം മദ്യം അവൈലബിൾ ആക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. രാത്രി 8 മണി വരെ ഉണ്ടായിരുന്ന കച്ചവടം അതിന്റെ സമയം കൂട്ടിയിട്ട് രാത്രി 3 മണി വരെ ആക്കി എന്നത് ശ്രദ്ധേയമായ മറ്റൊരു മാറ്റമായിരുന്നു. അപ്പോൾ ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചതുപോലെ വിദേശികളുടെ കുത്തൊഴുക്കുള്ള ഒരു പ്രദേശമായിരുന്നു ഡൽഹി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിക്കർ ഷോപ്പുകളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു പുതിയ പോളിസിയിൽ നിർദ്ദേശിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം ഉണ്ടായിരുന്നത്. അതായത് 500 സ്ക്വയർ ഫീറ്റ് എങ്കിലും ഏരിയ ഉണ്ടായിരിക്കണം ഓരോ ലിക്കർ ഷോപ്പുകളും. അതേപോലെ തന്നെ AC ഫെസിലിറ്റൈസ്ഡ് ആയിരിക്കണമെന്നും പ്രത്യേകം ഇതിനകത്ത് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഹോം ഡെലിവറി പോലെയുള്ള ഫെസിലിറ്റീസും ഇതിനോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇതിലൂടെ ഗവൺമെന്റിന്റെ റവന്യൂ 5000 കോടിയിൽ നിന്ന് ഏകദേശം 8000 കോടിയിലേക്ക് ഉയരും എന്നതായിരുന്നു എസ്റ്റിമേറ്റ് ചെയ്തിരുന്ന ആ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ പഴയ കാര്യത്തിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വരാം. ഇതിന്റെ എല്ലാം ഫൈനൽ അപ്രൂവൽ ചെയ്യേണ്ടിയിരുന്നത് അതിന്റെ ഒരു അതോറിറ്റി എന്ന് പറയുന്നത് ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്നു എന്ന് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിലെ സൂചിപ്പിച്ചു. 2021 ഏപ്രിൽ 15 അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് അപ്രൂവലിനായിട്ട് ലഫ്റ്റനന്റ് ഗവർണറുടെ അടുത്തേക്ക് ഈ ഒരു പ്രപ്പോസൽ സെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തുടർന്ന് അതിന്റെ അപ്രൂവൽ ലഭിക്കുന്നു. 2021 നവംബർ 17 ഇതുമായി ബന്ധപ്പെട്ട നിയമം വരാനിരിക്കുന്നതിന് 2 ദിവസം മുന്നേ, അതായത് 2021 നവംബർ 15 ലഫ്റ്റനന്റ് ഗവർണർ സോണൽ ഡിവിഷനുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു അഭിപ്രായം ഇതിനകത്ത് നിയമപരമായിട്ട് ഒരു പുതിയൊരു അഭിപ്രായം ഇതിനകത്ത് എഴുതി ചേർക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ഡൽഹിയിലെ പല സോണുകളായി തിരിച്ച് അവിടെ ലിക്കർ ഷോപ്പുകളൊക്കെ തുറക്കുന്ന സമയത്ത് ലിക്കർ ഷോപ്പുകൾ പണ്ട് ഇല്ലാതിരുന്ന സ്ഥലത്ത്, അതായത് ആരാധനാലയങ്ങൾ പോലെയുള്ള സ്ഥലങ്ങൾ, സ്കൂളുകൾ, മറ്റു പ്രധാനപ്പെട്ട എൻട്രി നിഷേധിക്കപ്പെട്ട ചില അൺഓതറൈസ്ഡ് ആയിട്ടുള്ള കേന്ദ്രങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതൊന്നും സ്ഥാപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇത് സ്ഥാപിക്കുകയാണെങ്കിൽ DD അല്ലെങ്കിൽ MCDS നിന്ന് അപ്രൂവൽ ഉറപ്പായിട്ടും വാങ്ങിയിരിക്കണമെന്നും ഈ ഒരു അവസാന നിമിഷം ഒരു ആഡ് ചെയ്യപ്പെടുന്നു. അവസാന നിമിഷം വരുത്തിയ ഈ ഒരു ചേഞ്ച് നിരവധി പ്രതിസന്ധികളൊക്കെ സൃഷ്ടിച്ചുവെങ്കിലും 2021 നവംബർ 17 ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഡ്രൈ ഡേയ്സിന്റെ എണ്ണത്തിൽ ചുരുക്കം സംഭവിച്ചത്, പ്രായം 21 ആക്കി ചുരുക്കിയത് തുടങ്ങിയ കാര്യങ്ങളിൽ തുടർന്ന് വലിയ പ്രതിസന്ധികളൊക്കെ നിലനിന്നെങ്കിലും അവയിലും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയ ശേഷം ഇത് ഇംപ്ലിമെന്റ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ശരിക്കുമുള്ള പ്രശ്നം പിന്നീട് ആരംഭിക്കുന്നതാണ്. നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് 8 മാസങ്ങൾക്ക് ശേഷം പുതിയ നിയമം പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുറവിളി കൂട്ടുന്നതാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും ചിന്തിക്കും, ഒരു പ്രധാനപ്പെട്ട കാര്യം, വെറും 8 മാസ കാലയളവ് കൊണ്ട് ഇത് പിൻവലിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എങ്ങനെ വന്നെത്തി എന്നുള്ളതാണ്. അതായത് ഇത്രയും ഉയർന്ന തുകയ്ക്ക് ലൈസൻസ് സ്വന്തമാക്കിയതിന് ശേഷം ബിസിനസ് ലാഭകരമായിട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന് ഈ വെണ്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു സംശയം ആ ഒരു കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെടുകയാണ്. മാത്രമല്ല, ലഫ്റ്റനന്റ് ഗവർണറുടെ പുതിയ കൂട്ടിച്ചേർക്കലുകളും ചെറിയ രീതിയിലല്ലാതെ
പ്രതിസന്ധികളൊക്കെ അവിടെ രൂപീകരിച്ചു. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ 849 ഷോപ്പുകൾ ആരംഭിക്കുവാനിരുന്നിടത്ത് വെറും 644 ഷോപ്പുകൾ മാത്രമാണ് തുറക്കാൻ സാധിച്ചത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ബാക്കി വരുന്ന 176 ഷോപ്പുകൾ പ്രവർത്തിക്കാനായില്ല എന്നതും ഇവിടെ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നു. പുതിയ പോളിസിയിൽ പറയുന്നത് അനുസരിച്ച് പുതിയ ലിക്കർ ഷോപ്പുകൾ ഒന്നും റെസിഡൻഷ്യൽ ഏരിയാസിന്റെ സമീപത്ത് സ്ഥാപിക്കുവാൻ പാടില്ല എന്ന് പ്രത്യേക നിയമത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. എങ്കിലും സ്കൂളുകളുടെയും അതേപോലെ തന്നെ ആരാധനാലയങ്ങളുടെയും ഒക്കെ സമീപത്ത് ഷോപ്പുകൾ ആരംഭിച്ചതായിട്ടാണ് പിന്നീട് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇവ മറ്റ് ദൂര സ്ഥലങ്ങളിലേക്ക് മാറ്റണമെന്ന് കോടതി ഉത്തരവ് പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഉണ്ടാകുന്ന കാഴ്ചകൾ നമ്മൾ പേപ്പർ റീഡിംഗ്സിൽ കണ്ടതാണ്. വളരെ വലിയ ബിഡിംഗ് തുക മുടക്കിയ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മാറ്റങ്ങൾ വളരെ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു എന്നതാണ് ഒരു കാര്യം. മകുണ്ട അഗ്രോ ഫാമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പോലെയുള്ള കമ്പനികൾ തങ്ങളുടെ ലൈസൻസ് ഫീസ് തിരിച്ചു ലഭിക്കണമെന്ന ആവശ്യമായിട്ട് കോടതിയെ സമീപിക്കുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടായി എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള ചില മാറ്റങ്ങളായിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിൽ ഉദ്ദേശിച്ചത്ര ലിക്കർ ഷോപ്പുകൾ തുറക്കാനായില്ല എന്നൊരു കണക്കിലേക്ക് എത്തിപ്പെടുന്നത്. മാത്രമല്ല പല സ്ഥലങ്ങളിലും ലിക്കർ ഷോർട്ടേജ് പോലെയുള്ള പ്രശ്നങ്ങൾ നേരിടാനും തുടങ്ങി എന്നതാണ് ഇതിന്റെ പ്രശ്നങ്ങളായി പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹി ഗവൺമെന്റിന്റെ ഉദ്ദേശത്തെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ രൂപം കൊണ്ടു. ഇത് മാത്രമല്ല പുതിയ പോളിസി പ്രകാരം മദ്യനിർമ്മാതാക്കൾ റീറ്റെയിലിംഗ് ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേക ഒരു നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അതിനുള്ള ലൈസൻസ് ലഭ്യമല്ലായിരുന്നു. എന്നാൽ ഈ മേഖലയിൽ ഉണ്ടാകുന്ന കോമ്പറ്റീഷൻ കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ നിയമങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുതയായിട്ട് പറയാനുള്ളത്. അതായത് നിർമ്മാതാക്കൾ തന്നെ കച്ചവടക്കാരാകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വന്നെത്തുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. നിർമ്മാതാക്കൾ തന്നെ രഹസ്യമായി സംഘടനകൾ രൂപീകരിക്കുകയും MRP പ്രൈസിലും താഴ്ന്ന വിലയിൽ മദ്യം വിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നത് കാണാം. അതായത് ഈ പുതിയ പോളിസിയിൽ പറയുന്ന കാര്യം റീറ്റെയിലർക്ക് ആവശ്യമാകുന്ന ഒരു സാഹചര്യത്തിൽ MRPയിലും കുറഞ്ഞ അളവിൽ മദ്യം വിൽക്കാൻ സാധിക്കും എന്നൊരു നിയമമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മദ്യത്തിന്റെ വിലയിൽ വലിയ കുറവ് സംഭവിക്കുകയും ലിക്കർ കൺസപ്ഷന്റെ അളവ് കൂടി വരുന്നതായിട്ട് നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ കാണാൻ സാധിക്കും. അപ്പോൾ മുമ്പ് സൂചിപ്പിച്ച പല പ്രശ്നങ്ങൾ മുഖേന ഷോപ്പുകളുടെ എണ്ണത്തിൽ പ്രതീക്ഷിച്ചതിൽ നിന്നും കാര്യമായ വർധനവൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഗവൺമെന്റിന്റെ റവന്യൂവിൽ കാര്യമായ വർധന ഉണ്ടാകാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുകയാണ്. അതുകൊണ്ട് തന്നെ പുതിയ പോളിസിയുമായി ബന്ധപ്പെട്ട് അനേകം സംശയങ്ങൾ മുളവെട്ടുവാൻ ആരംഭിക്കുന്നത് ആ ഒരു ഘട്ടത്തിലാണ്. പഴയ പോളിസി പ്രകാരം ഒരു 750 ml ബോട്ടിലിന്റെ ഹോൾസെയിൽ തുക എന്ന് പറയുന്നത് 166.73 എന്നുള്ളിടത്ത് പുതിയ പോളിസി പ്രകാരം 188.41 ആയിരുന്നു. മാത്രമല്ല എക്സൈസ്, വാറ്റ് തുടങ്ങിയവയ്ക്ക് ശേഷം MRP 530 എന്നുള്ളിടത്ത് 555 ഉയർന്നു. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ റവന്യൂ ഉയരേണ്ടത് തന്നെയാണ്. എങ്കിലും റവന്യൂ കാര്യമായ രീതിയിൽ ഉയരുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെയാണ് സംഭവിച്ചത്. 2022 ജൂലൈ 8 കെജ്രിവാൾ സർക്കാരിന് പ്രതിസന്ധി ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുടെയൊക്കെ ആരംഭം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാം. ഡൽഹി ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള നരേഷ് കുമാർ ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ലഫ്റ്റനന്റ് ഗവർണർ ആയിട്ടുള്ള വിനയ് കുമാർ സക്സേനയ്ക്ക് കൈമാറുന്നു. റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ഡൽഹിയിലെ ലിക്കർ സപ്ലൈ കുറഞ്ഞു എന്നത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ പോളിസിയിൽ പലതരത്തിലുള്ള ഇറഗുലാരിറ്റീസ് കാണാൻ സാധിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മാത്രമല്ല ഡൽഹിയിൽ നിലനിന്നിരുന്നതായിട്ടുള്ള പഴയ ആക്ടുകളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും വയലേറ്റ് ചെയ്യുന്നുണ്ടെന്നും അത് തീർത്തും ഇല്ലീഗൽ ആയിട്ടുള്ള പോളിസിയാണെന്നും ഈ റിപ്പോർട്ടിൽ പ്രത്യേകം എടുത്ത് പറയുന്നതായിട്ട് നമുക്ക് കാണാം. പത്രവാർത്തകളൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പുതിയ പോളിസിയുമായി ബന്ധപ്പെട്ട് ലഫ്റ്റനന്റ് ഗവർണറുകളുടെ അപ്രൂവൽ ലഭിച്ചില്ല എന്നും ചില പേപ്പറുകൾ നോക്കുമ്പോൾ അപ്രൂവൽ ലഭിച്ചു എന്നും തുടങ്ങുന്ന വാർത്തകളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിന്റെ ശരിക്കും സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പോളിസി ലഫ്റ്റനന്റ് ഗവർണർ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ അനുമതി കിട്ടിയതിന് ശേഷം അതിനകത്ത് ചില ചേഞ്ചസ് ഒക്കെ വരുത്തിയെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ആ ചേഞ്ച് വരുത്തിയതിനു ശേഷം പുതിയ നിയമമാകുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പുതിയ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അപാകത എന്തെന്നാൽ ഈ മദ്യമൊക്കെ നിർമ്മിക്കുന്ന മദ്യ നിർമ്മാതാക്കൾക്ക് നേരിട്ട് കച്ചവടം നടത്തുന്നതിനുള്ള ലൈസൻസ് കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമം നിലനിൽക്കെ അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് അതിനകത്ത് ഒരു പ്രധാന അപാകത. മാത്രവുമല്ല ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികൾക്ക് പോലും ലൈസൻസ് ലഭ്യമായി എന്ന് പറയുന്നു. കാവ് ഗല്ലി റെസ്റ്റോറന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ദില്ലിക്കുള്ളിൽ ബാൻ ചെയ്യപ്പെട്ട ഒരു കമ്പനി ആയിരുന്നിട്ട് കൂടി സോൺ 2-ലും സോൺ 3-ലും ഇതിന് ലൈസൻസ് ലഭിച്ചതായിട്ട് ഇതിന് പ്രൂഫായിട്ട് പറയുന്നുണ്ട്. മാത്രവുമല്ല ഈ കോവിഡ് ഒക്കെ വന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ പ്രതിസന്ധികളിൽ ചില കമ്പനികളുടെ ലൈസൻസ് ഫീ പെൻഡിംഗ് ഉണ്ടായിരുന്നതായിട്ട് കാണാൻ സാധിച്ചു. എന്നാൽ ഈ മനീഷ് സിസോദിയ മറ്റാരുടെയും അഭിപ്രായങ്ങൾ ഒന്നും തേടാതെ തന്നെ 150 കോടിയോളം വരുന്ന ഇത്തരം തുകകൾ എഴുതി തള്ളിയതായിട്ട് റിപ്പോർട്ടിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഒരു കേസ് മദ്യത്തിന് ചുമത്തിയിരുന്ന ഇമ്പോർട്ട് ഫീസ് എന്ന് പറയുന്നത് 50 രൂപയും
അപ്പോൾ ഈ 50 രൂപയൊക്കെ ഇതേപോലുള്ള ഇമ്പോർട്ട് ഫീസൊക്കെ എടുത്ത് മാറ്റുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് ആരുടെ അനുവാദമില്ലാതെ ചെയ്യുന്ന പ്രവൃത്തിയാണ്. പല കമ്പനികളുടെയും ലൈസൻസ് വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നതായിട്ട്, ഇങ്ങനെ ഇല്ലീഗലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നതായിട്ടും കണ്ടെത്തുകയൊക്കെ ഉണ്ടായി. ഈ പ്രകാരമുള്ള പ്രവൃത്തികളാണ് ഏകദേശം 580 കോടിയോളം വരുമാനം ഉണ്ടായേക്കാവുന്ന അവസ്ഥയിൽ നിന്ന് വരുമാനക്കുറവിലേക്ക് എത്തിപ്പെടുവാൻ കാരണമായി എന്ന് ലഫ്റ്റനന്റ് ഗവർണർ റിപ്പോർട്ടിൽ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. നിർമ്മാതാക്കൾക്ക് ഗുണമുണ്ടാകുന്ന രീതിയിൽ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ നേരിട്ട് ഇടപെട്ടതായുമുള്ള വാദങ്ങൾ ഇതിനോടൊപ്പം അനുബന്ധമായിട്ട് അതിനകത്ത് സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഈ റിപ്പോർട്ടുകൾ വന്നതോടുകൂടിയാണ് ഡൽഹിയിലെ രാഷ്ട്രീയ സാഹചര്യം വഷളായത് എന്ന് കാണാം. സാഹചര്യങ്ങൾ വഷളാകുന്നത് കണ്ട് മനീഷ് സിസോദിയ 2022 ജൂലൈ 31 പുതിയ പോളിസി റിവോക്ക് ചെയ്യുകയും പഴയ പോളിസി വീണ്ടും ആക്റ്റീവായിട്ട് കൊണ്ടുവരുന്നതും കാണാൻ സാധിക്കും. അതായത് ഫലത്തിൽ പുതിയ പോളിസി ഒരു പരാജയമായി മാറുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ BJP കോൺഗ്രസ് നേതാക്കൾ കെജ്രിവാൾ ഗവൺമെന്റുകൾക്കെതിരെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്നതോടുകൂടി ഈ പ്രശ്നം കുറച്ചുകൂടി ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് കുറച്ചുകൂടെ വേഴ്സ് ആവുന്ന ഒരു സിറ്റുവേഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസ് പോലീസ് കമ്മീഷണറായിട്ടുള്ള രാകേഷ് സസ്താനയ്ക്ക് കടുത്ത വാക്കുകളിലുള്ള ഒരു പരാതിയുടെ രൂപത്തിലുള്ള ഒരു ലെറ്റർ സമർപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഏതൊക്കെ കമ്പനികൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതും അതുമൂലം 500 കോടിയോളം വരുന്ന തുകയുടെ തട്ടിപ്പ് നടന്നതുമായിട്ടുള്ള വിശദ വിവരങ്ങൾ ഈ കത്തിൽ ഉൾപ്പെടുത്തുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം തന്നെ കോൺഗ്രസുകാർ അണ്ണാ ഹസേരയ്ക്കും സമാനമായിട്ടുള്ള ഒരു കത്ത് അയക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. 2022 ഓഗസ്റ്റ് 30 ഇതുമായി ബന്ധപ്പെട്ട് അണ്ണാ ഹസാരെ മുഖ്യമന്ത്രിക്ക് തിരിച്ചൊരു കത്ത് അയക്കുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം വഷളാകുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു വശത്ത് നിന്ന് CBIയുടെ അന്വേഷണം കൂടി വരുന്നതോടുകൂടിയാണ്. തുടർന്ന് ഏകദേശം 16ഓളം പേരുടെ പേരിൽ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നു. ഡെപ്യൂട്ടി CM, എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ, എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ തുടങ്ങിയവരാണ് ഈ ലിസ്റ്റിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള പ്രതികളെന്നും ഇവർക്കെതിരെ ഡയറക്റ്റ് അലിഗേഷൻ തന്നെയാണ് ചാർജ് ചെയ്തിരിക്കുന്നത് എന്നുമാണ് ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 2022 ഓഗസ്റ്റ് 20 CBI മനീഷ് സിസോദിയയുടെ വീട് റെയ്ഡ് നടത്തുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ പരിശോധിക്കുക ചെയ്തെങ്കിലും കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല. മാത്രമല്ല 2022 ഓഗസ്റ്റ് 22 EDയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യം ചെയ്യലുകളും സ്റ്റാർട്ട് ചെയ്യുന്നു. CBIയുടെ ചോദ്യം ചെയ്യൽ 2022 ഓഗസ്റ്റ് 25 വരെയും EDയുടെ ചോദ്യം ചെയ്യൽ ഓഗസ്റ്റ് 26 വരെയും നീണ്ടു നിൽക്കുന്നു. തുടർന്ന് ഇരുവരും ചാർജ് ഷീറ്റ് അടക്കം 10 തരത്തിലുള്ള ഡോക്യുമെന്റുകൾ കോടതിയിൽ സമർപ്പിക്കുന്ന ഒരു കാഴ്ച കാണുന്നു. ഇനി ഒരു പ്രധാനപ്പെട്ട സംശയം എന്തെന്നാൽ ആം ആദ്മി പാർട്ടി നേതാക്കളെ അടക്കം ഇങ്ങനെ ഒരു പൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എന്ത് രേഖകളാണ് EDയും CBIയും കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് എന്നതിനെ പറ്റിയുള്ള ഒരു കാര്യമാണ്. അതായത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട 3 പ്രമുഖ വ്യക്തിത്വങ്ങളെ പറ്റിയാണ് ഞാൻ തുടക്കം മുതലേ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇവരെ കൂടാതെ വിജയ് നായർ, ദിനേശ് അറോറ, അമിത് അറോറ എന്നീ 3 ഇടനിലക്കാരികളുടെ പേരുകൾ കൂടി ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. ഈ ഇടനിലക്കാരുടെ കൂടി സഹായത്തോടു കൂടിയാണ് ഇത്തരം തട്ടിപ്പുകളൊക്കെ വളരെ ഫലപ്രദമായി നടന്നതെന്നും പ്രതിഫലമായി ഇലക്ഷൻ സമയത്ത് വളരെയധികം തുക പ്രതിഫലമായിട്ട് കൈപ്പറ്റാനായിരുന്നു പദ്ധതി എന്നുമാണ് കേസിൽ പറയുന്നത്. ഇത്തരം ലിക്ക് കമ്പനികൾക്ക് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ച സൗത്ത് ഗ്രൂപ്പുമായിട്ടുള്ള കണക്ഷനാണ് നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട ഫാക്ട് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഈ സൗത്ത് ഇന്ത്യയിലെ ലിക്കർ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില VIPs ആണ് സൗത്ത് ഗ്രൂപ്പ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അതിൽ ടോപ്പ് ബിസിനസ് പേഴ്സണാലിറ്റീസ് ഉണ്ട്, പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റീസ്, ഇങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അതായത് നടന്നത് എന്തെന്ന് വളരെ ലളിതമായിട്ട് പറയാൻ സാധിച്ചാൽ ഒരു സംസ്ഥാനത്ത് ഒരു പുതിയ നിയമമോ അല്ലെങ്കിൽ ഒരു പുതിയ എന്തെങ്കിലും ഒരു പോളിസിയോ ഒക്കെ നിലവിൽ വരുമ്പോൾ അവിടുത്തെ ബിസിനസ് പേഴ്സണാലിറ്റീസ് എല്ലാം കൂടി ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും. അപ്പോൾ ജോയിന്റ് ആയിട്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് ഗവൺമെന്റുമായിട്ട് അവർ സംവാദത്തിലൊക്കെ ഏർപ്പെടുന്ന ഒരു സിസ്റ്റം ഉണ്ട്. തങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള പോളിസീസ് രൂപീകരിക്കാൻ ആവശ്യപ്പെടുകയും ഇതിന് പ്രതിഫലമായിട്ട് ഇലക്ഷൻ ആവശ്യമായിട്ടുള്ള തുകകളൊക്കെ വാഗ്ദാനം ചെയ്യുന്ന ഒരു സിസ്റ്റം നിലവിലുണ്ട്. അപ്രകാരമുള്ള ഒരു തട്ടിപ്പ് തന്നെയാണ്, സമാനമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ നടന്നത് എന്ന് പറയുന്നു. ഇതുമൂലം 2 കൂട്ടർക്കും ഒരേപോലെ പ്രയോജനം ഉണ്ടാകുന്നു എന്ന് കൂടി മനസ്സിലാക്കാം. ഇത്തരത്തിലുള്ള സീരിയസ് തട്ടിപ്പുകളാണ് ചാർജ് ഷീറ്റിൽ പരാമർശിച്ചിട്ടുള്ളത് എന്ന് അത് പരിശോധിച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. കോടതിയിൽ സമർപ്പിച്ച പ്രധാനപ്പെട്ട രേഖകളിൽ സൗത്ത് ഗ്രൂപ്പുകളുമായിട്ടുള്ള ബന്ധത്തെ പറ്റി സൂചിപ്പിച്ചിരിക്കുന്നു എന്ന് ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞു. അപ്പോൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആരൊക്കെയാണ് എന്നാണ് ഇനി പ്രധാനമായിട്ടും പറയാൻ പോകുന്നത്. തെലങ്കാനയിലെ പഴയ CMന്റെ മകളും ഭാരത് രാഷ്ട്രസമിതി ലീഡറുമായിട്ടുള്ള K കവിത, അരവിന്ദോ ഫാർമോ അസോസിയേറ്റഡ് ആയിട്ടുള്ള ശരത് റെഡ്ഡി, YSR കോൺഗ്രസ് പാർട്ടിയുടെ MP ആയിരുന്ന മകുന്ദ റെഡ്ഡി, അതോടൊപ്പമുള്ള അദ്ദേഹത്തിന്റെ മകൻ രാഘവ് മകുന്ദ, കവിതയുടെ തന്നെ CA ആയിരുന്ന ബുജി ബാബു തുടങ്ങിയവരെല്ലാം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ചാർജ് ഷീറ്റ് ചെയ്ത ആൾക്കാരാണ്. ആം ആദ്മി ഗവൺമെന്റ് സൗത്ത് ഗ്രൂപ്പും തമ്മിലുള്ള ബന്ധത്തിന് ഇടനിലക്കാരായി നിന്ന പ്രമുഖരുടെ പട്ടികയിൽ വിജയ് നായർ, ദിനേശ് അറോറ, അമിത് അറോറിയ തുടങ്ങിയവരും ഉണ്ടായിരുന്നു.
പട്ടികയിലുള്ള വിജയ് നായർ അരവിന്ദ് കെജ്രിവാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടുപ്പക്കാരനായിരുന്നുവെന്നും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്തിരുന്നത് വിജയ് നായർ ആയിരുന്നു എന്നും കേസ് ഷീറ്റിൽ പ്രത്യേകം പറയുന്നുണ്ട്. അതേപോലെ രണ്ടാമത്തെ വ്യക്തിയായിട്ടുള്ള ദിനേശ് അറോറ മനീഷ് സിസോദിയയുടെ അടുപ്പക്കാരനായിരുന്നുവെന്നും അപ്പം സിസോദിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് ദിനേശ് അറോറ ആയിരുന്നു എന്നും കേസ് ഷീറ്റിൽ പറയുന്നുണ്ട്. ഇരുവരുടെയും സുഹൃത്താണ് മൂന്നാമനായിട്ടുള്ള അമിത് അറോറ. അപ്പോൾ ഇദ്ദേഹവും ഈ ഗ്രൂപ്പിൽ ഇൻവോൾവ് ആയിരുന്നു എന്നും പെറ്റീഷനിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഇതിനെ സാധൂകരിക്കുന്നതിന്റെ ഭാഗമായി മറ്റു പല സ്റ്റേറ്റ്മെന്റുകളും ഇ ഡി നിരത്തുന്നതായിട്ട് കൂടി നമുക്ക് കാണാം. അതായത് 2020 മുതലുള്ള കാലയളവിൽ വിജയ് നായർ ഡൽഹി ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ബംഗ്ലാവിലായിരുന്നു താമസം എന്നാണ് ഇതിനകത്ത് പ്രധാനമായും പറയുന്നത്. ഈ ബംഗ്ലാവ് ആം ആദ്മിയുടെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ടിരുന്ന കൈലാഷ് ഗെഹ്ലോട്ട് എന്ന് പറയുന്ന വ്യക്തിയുടേതായിരുന്നു എന്ന് മനസ്സിലാക്കാം. പ്രത്യേക ഗവൺമെന്റ് പദവികൾ ഒന്നും വഹിക്കാത്തതും ആം ആദ്മി പാർട്ടിയുടെ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻചാർജ് മാത്രമായിരുന്ന വ്യക്തിയായിരുന്നു ഈ വിജയ് നായർ. അപ്പോൾ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ഗുരുതരമായ പിഴവായിട്ട് ഈ കേസിൽ പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദിനേശ് അറോറ നാഷണൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. വളരെ വലിയ റെസ്റ്റോറന്റ് ചെയിനുകളുമായി വളരെയധികം ബന്ധമുണ്ടായിരുന്ന അദ്ദേഹം റെസ്റ്റോറന്റ് ഓണേഴ്സിനെ കൺവിൻസ് ചെയ്ത് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തി എന്നും ഈ കേസിനകത്ത് പ്രത്യേകം പറയുന്ന കാര്യങ്ങളാണ്. ദിനേശ് അറോറയുടെ പഴയ സുഹൃത്തായിട്ടുള്ള അമിത് അറോറ, അദ്ദേഹം ബഡ്ഡി റീറ്റെയിൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡയറക്ടർ ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. ചില ബിസിനസ് താല്പര്യങ്ങൾക്കായി മനീഷ് സിസോദിയെ കാണുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ദിനേശിന്റെ അഭിപ്രായ പ്രകാരം മനീഷ് സിസോദിയെ കാണുന്നതിന് പകരം ഡയറക്റ്റ് സഞ്ജയ് സിംഗ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയുടെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ അന്വേഷണ ഏജൻസികളൊക്കെ പറയുന്നത് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മനീഷ് സിസോദിയുമായുള്ള കൂടിക്കാഴ്ച സഞ്ജയ് സിംഗ് ഓഫർ ചെയ്തെന്നും അതിന് പ്രതിഫലമായിട്ട് തന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള വിവേക് ത്യാഗിക്ക് കമ്പനി സ്റ്റേക്സ് നൽകേണ്ടതായി വരുമെന്നും ഒരു ഡിമാൻഡ് വെച്ചതായിട്ട് അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സഞ്ജയ് സിംഗിന്റെ പേരിലും ഏജൻസികൾ കേസ് ഫയൽ ചെയ്യുന്നു എന്നും ഇതിനകത്ത് റിപ്പോർട്ടിനകത്ത് പ്രത്യേകം പറയുന്ന കാര്യമാണ്. എങ്കിലും കൂടുതൽ അന്വേഷണവും മറ്റുമൊക്കെ ഫോക്കസ് ചെയ്തത് നമ്മുടെ ഡൽഹി സി എം ആയിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനും അതേപോലെ ഡെപ്യൂട്ടി സി എം ആയിട്ടുള്ള മനോജ് സിസോദിയയ്ക്കും എതിരാണെന്ന് കാണാൻ സാധിക്കും. സഞ്ജയ് സിംഗിന്റെ വീട്ടിൽ മനോജ് സിസോദിയയും മറ്റ് ആൾക്കാരെല്ലാം കൂടി കൂടിക്കാഴ്ച നടത്തുകയും ഏകദേശം 2.2 കോടി രൂപയുടെ ഡീൽ ഉറപ്പിക്കുന്നതായും ഇ ഡിയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നതായിട്ടുണ്ട്. അമിത് അറോറയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ഫേവറബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളിൽ ലഭിക്കുന്നുവെന്നും ഇതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഡൽഹിക്ക് ഉള്ളിൽ തന്നെ നടക്കുന്ന ഒരു തട്ടിപ്പിന്റെ ഒരു ചെറിയ വശമായിട്ടാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സൗത്ത് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ചില സംഭവ വികാസങ്ങൾ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് 2021 മാർച്ചിൽ ആന്ധ്രാപ്രദേശ് എം പി ആയിരുന്ന മകുന്ദ റെഡ്ഡി ഡൽഹി ഗവൺമെന്റിന്റെ ഈ ഒരു പരസ്യം ന്യൂസ് പേപ്പറിലൂടെ കാണാനിടയാവുന്നു. അദ്ദേഹത്തിന്റെ ഫാമിലി വളരെ വലിയ കാലയളവിൽ ലിക്കർ ബിസിനസ് നടത്തി വരുന്ന ഒരു ഫാമിലി ആയിരുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ വാർത്ത ശ്രദ്ധിക്കുമ്പോൾ തന്നെ അദ്ദേഹം അരവിന്ദ് കെജ്രിവാളുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്യുകയും 2021 മാർച്ച് 16 മീറ്റിംഗ് കൺഫേം ചെയ്യുകയും ചെയ്യുന്നു. ചർച്ചയുടെ ഇടയ്ക്ക് ഫോമർ തെലങ്കാന മിനിസ്റ്ററുടെ മകളായിട്ടുള്ള കവിതയും തന്നോട് ഇതേപ്പറ്റി സംസാരിച്ചിട്ടുണ്ടെന്നും അവരോട് കൂടി ആലോചിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും കെജ്രിവാൾ ഇദ്ദേഹത്തോട് പറയുന്നു. മാത്രമല്ല പഞ്ചാബ് ഗോവ ഇലക്ഷനുകൾ വരികയാണെന്നും അതുമായി ബന്ധപ്പെട്ട് ഏകദേശം 100 കോടിയോളം രൂപയുടെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ആവശ്യമാണെന്നും കവിത ഇതിനായിട്ട് താങ്കളെ കോർഡിനേറ്റ് ചെയ്യുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഇ ഡിയുടെ ചോദ്യം ചെയ്യലിൽ മകുന്ദ ഇതെല്ലാം കൺഫേം ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. കെജ്രിവാളുമായിട്ടുള്ള മീറ്റിംഗിന് ശേഷം തിരിച്ചെത്തിയ മകുന്ദയുമായിട്ട് കവിത പിന്നീട് ഫോണിൽ സംഭാഷണത്തിൽ ഏർപ്പെടുന്ന കാണാം. ഇലക്ഷൻ ആവശ്യങ്ങൾക്കായി 100 കോടിയോളം രൂപ നൽകേണ്ടതായിട്ടുണ്ട് എന്ന് അവർ അഭിപ്രായപ്പെടുന്നു. അതിൽ തന്നെ മുകുന്ദയിൽ നിന്ന് മാത്രം ഇതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏകദേശം 50 കോടിയോളം രൂപ ആവശ്യമാണ് എന്നും അഭിപ്രായപ്പെടുന്നു. ഇ ഡിയുടെ റിപ്പോർട്ടിൽ പറയുന്നതിനനുസരിച്ച് 50 കോടി രൂപ നൽകുന്നതിന് പകരം 25 കോടി നൽകാമെന്ന് മകുന്ദ സമ്മതിച്ചതായിട്ട് പറയുന്നുണ്ട്. ഈ 2 ഘട്ടങ്ങളിലുമായി ഇത് നൽകിയെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 25 കോടി എന്ന് പറയുന്ന ഈ ഒരു പൈസ സമാഹരിച്ചതിന് ശേഷം കവിത പറയുന്നതിനനുസരിച്ച് ഇതിന് ശേഷമുള്ള കാര്യങ്ങൾ തന്റെ സി എ ആയിട്ടുള്ള ബുച്ചി ബാബു ഡീൽ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇപ്രകാരമാണ് സൗത്തിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെ എല്ലാം പങ്കുചേർപ്പിച്ചുകൊണ്ട് 100 കോടിയോളം വരുന്ന ഫണ്ട് സമാഹരിക്കുന്നത്. അങ്ങനെ ഫണ്ട് റൈസിംഗിന്റെ കാര്യത്തിലാണ് ഈ സൗത്ത് ഗ്രൂപ്പ് ഇൻവോൾവ് ആകുന്നത് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിനിടയിൽ സുഖേഷ് ചന്ദ്രശേഖർ എന്നൊരു വ്യക്തിയും ഫണ്ട് റൈസിംഗുമായി ബന്ധപ്പെട്ട് ഒരു സ്ക്രീനിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇയാളും കവിതയുമായിട്ടുള്ള വാട്സ്ആപ്പ് സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇ ഡി കോടതിയിൽ വലിയൊരു തെളിവായിട്ട് ഇത് സമർപ്പിക്കുകയും ചെയ്തു. സുഖേഷ് പറയുന്നതിനനുസരിച്ച് ഏകദേശം 15 കോടി രൂപ TRS ഹെഡ്ക്വാർട്ടേഴ്സിൽ പാർക്ക് ചെയ്തിരുന്ന MLC സ്റ്റിക്കർ പതിപ്പിച്ച ഒരു ബ്ലാക്ക് റേഞ്ച് ഓവർ കാറിൽ കൊണ്ടുപോയി നൽകി എന്ന് കേസ് ഷീറ്റിൽ പറയുന്നുണ്ട്. ചാർജ് ഷീറ്റ് പ്രകാരം ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയിട്ട് വിജയൻ നായരാണ് ഈ തുക കൈപ്പറ്റിയത് എന്നും പറയുന്നുണ്ട്. ഇപ്രകാരം സൗത്ത് ഗ്രൂപ്പിന് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ ഡൽഹി ലിക്കർ പോളിസി നിലവിൽ വന്നു എന്നും ചാർജ് ഷീറ്റിൽ പ്രത്യേകം പറയുന്നുണ്ട്.
ഡൽഹിയിലെ ഏകദേശം 9ഓളം സോണുകളിൽ ഇപ്രകാരം സൗത്ത് ഗ്രൂപ്പിന്റെ കൺട്രോൾ ഉള്ളതായിട്ടും പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഈ സൗത്ത് ഗ്രൂപ്പിന്റെ ഡീലിംഗ് നടക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ശരത് റെഡ്ഡി എന്ന് പറയുന്ന ആള്. ഇത്രയും വലിയ ഒരു ബിസിനസ് നടക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ ടോപ്പ് ഹെഡുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച വേണമെന്ന് വിജയ് നായരോട് ശരത് റെഡ്ഡി അഭിപ്രായപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളുമായിട്ടുള്ള കൂടിക്കാഴ്ച ഫിക്സ് ചെയ്യുന്നതായിട്ട് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് ശരത് റെഡ്ഡിയെ ഡൽഹിയിലുള്ള ഒബ്രോയ് ഹോട്ടലിലേക്ക് വിളിക്കുന്ന കാഴ്ച കാണാം. അവിടേക്ക് ഒരു ബ്ലാക്ക് SUV കാർ എത്തുന്നു. തുടർന്ന് ഇദ്ദേഹത്തെയും വഹിച്ചുകൊണ്ട് കാർ കെജ്രിവാളിന്റെ റെസിഡൻഷ്യൽ ഏരിയയ്ക്ക് സമീപം കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്നു. തുടർന്ന് കെജ്രിവാൾ അവിടേക്ക് എത്തുകയും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതിൽ വിജയ് നായർ വളരെയധികം സമർത്ഥനാണ് എന്നും ശരത് റെഡ്ഡിയോട് അഭിപ്രായപ്പെടുന്നു. അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള വലിയൊരു അലിഗേഷനായിട്ട് ചാർജ് ഷീറ്റിൽ പറയുന്നത് ഈ ഒരു കാര്യമാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇൻഡോ സ്പിരിറ്റ് ലിക്കർ കമ്പനിയുടെ ഡയറക്ടറായിട്ടുള്ള സമീർ മഹേന്ദ്രയുമായും കൂടിക്കാഴ്ചകൾ നടന്നിട്ടുള്ളതായിട്ട് ഈ കേസിൽ പ്രത്യേകം പറയുന്നുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിന് അരവിന്ദ് കെജ്രിവാളുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇല്ലായിരുന്നു. അങ്ങനെ ഡയറക്റ്റ് ബന്ധങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ED പറയുന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയ് നായരുടെ ഫോണിൽ നിന്നുമാണ് കോൺടാക്ട് നടന്നത് എന്ന് പറയുന്നു. ഇതിനുശേഷം സമീർ മഹേന്ദ്ര 1 കോടി രൂപ ഇതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തതായിട്ടും ഇതിനകത്ത് കേസായിട്ട് പറയുന്നു. അദ്ദേഹം 1 കോടി രൂപ നിക്ഷേപിച്ച അക്കൗണ്ട് ആം ആദ്മി പാർട്ടിയുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ദിനേശ് അറോറ എന്ന് പറയുന്ന വ്യക്തിയുടേതായിരുന്നെന്നും ED ചാർജ് ഷീറ്റിൽ പ്രത്യേകം എടുത്തു പറയുന്നു. ഈ അരവിന്ദ് കെജ്രിവാളിന് സമൻസ് അയക്കുന്ന കാഴ്ചകളാണ് പിന്നീട് നമ്മൾ കാണുന്നത്. 30/10/2021 ആദ്യ സമൻസ് അയച്ചെങ്കിലും അരവിന്ദ് കെജ്രിവാൾ അതുമായിട്ട് നല്ല രീതിയിൽ റെസ്പോണ്ട് ഒന്നും ചെയ്യുന്നില്ല. തുടർന്നുള്ള 6 മാസ കാലയളവിലായിട്ട് ഏകദേശം 9ഓളം സമൻസുകൾ അദ്ദേഹത്തിന് അയക്കുന്നുണ്ടെങ്കിലും ഇതിനൊന്നും അദ്ദേഹം ഒരു രീതിയിലും റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. സമൻസ് അയക്കുന്നതിന് പിന്നിൽ BJPയുടെ ഒരു കളി നടക്കുന്നുണ്ടെന്ന് ആരോപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതിനകത്തെല്ലാം ഒഴിഞ്ഞു നിൽക്കുന്നത് എന്നും നമ്മൾ വാർത്തയിൽ കണ്ടിട്ടുള്ള കാര്യമാണ്. ഈ ഒരു കാലയളവിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിൽ നടക്കുകയും പലതരത്തിലുള്ള തെളിവുകളും അതേപോലെ രേഖകളും ഒക്കെ സമർപ്പിക്കപ്പെടുകയും അന്വേഷണങ്ങൾ നടക്കുന്നതും ചെയ്യുന്നതിന്റെ ഒടുക്കം ഈ സത്യേന്ദ്ര ജെയിൻ, മനേഷ് സിസോദിയ, സഞ്ജയ് സിംഗ് തുടങ്ങിയവർക്കെതിരെ തെളിവുകൾ സമർപ്പിക്കപ്പെടുകയും ജയിലിലാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നു. EDയുടെ മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കണ്ടെത്തൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പോളിസി വരുന്നതിന് മുൻപുണ്ടായിരുന്ന പഴയ പോളിസി പ്രകാരം ഹോൾസെയിൽ ഡീലേഴ്സിന് 5% പ്രോഫിറ്റ് മാർജിൻ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പുതിയ പോളിസി പ്രകാരം ഇത് 5% തന്നെ നിലനിർത്തുകയുണ്ടായിരുന്നു എന്നും ലഫ്റ്റനന്റ് ഗവർണർ പോളിസികളിൽ മാറ്റം വരുത്തിയതിനു ശേഷം ആരോടും ചർച്ചകൾ പോലും നടത്താതെ ഈ മനോജ് സിസോദിയ എന്ന് പറയുന്ന വ്യക്തി ഏജൻസികൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ 5% നിന്ന് 12% പ്രോഫിറ്റ് മാർജിൻ ഫിക്സ് ചെയ്യുന്നതായിട്ടും വലിയ ആരോപണമായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല ഇലക്ഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്രകാരം 12% പ്രോഫിറ്റിൽ നിന്ന് 6% പ്രോഫിറ്റ് തിരിച്ച് കിക്ക് ബാക്ക് ചെയ്യണമെന്നും അവര് ആവശ്യപ്പെടുന്നതായിട്ട് കാണാം. ഇത്തരം സ്റ്റേറ്റ്മെന്റുകളൊക്കെ പ്രൂഫ് നൽകുന്നതിനായി CBI മനീഷ് സിസോദിയയുടെ വീട്ടിൽ റെയ്ഡ് നടന്നപ്പോൾ പിടിച്ചെടുത്ത കമ്പ്യൂട്ടറിന്റെ ഫോറൻസിക് ഇവാലുവേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലഭിച്ച ഫയലുകൾ കോടതിയിൽ സമർപ്പിക്കപ്പെടുകയും ഈ ഫയലുകളിൽ നിന്ന് വ്യക്തമായിട്ടുള്ള മോഡിഫിക്കേഷൻ വരുത്തിയ ഫോൾഡറുകളൊക്കെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ മോഡിഫിക്കേഷൻ വരുത്തിയ രണ്ടാമത്തെ ഫോൾഡറിൽ പ്രോഫിറ്റ് മാർജിൻ 5% നിന്ന് 12% രേഖപ്പെടുത്തിയതായിട്ട് തെളിവ് പറയുന്നുണ്ട്. യാതൊരു മീറ്റിങ്ങുകളും നടക്കാതെ ഇപ്രകാരം എടുത്ത ഒരു തീരുമാനം തീർത്തും ഇല്ലീഗൽ എന്നാണ് CBIയും EDയും കോടതിയിൽ വാദിച്ചത്. സൗത്ത് ഗ്രൂപ്പ് ലോബിക്ക് വേണ്ടിയിട്ട് ഇവർ പ്രവർത്തിക്കുന്നുവെന്ന് CBIയും EDയും കോടതിയിൽ തെളിവുകളോട് വാദിച്ചത് ഇപ്രകാരമാണ് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി മറ്റൊരു സുപ്രധാന തെളിവായിട്ട് സമർപ്പിക്കപ്പെട്ടത് പുതിയ പോളിസി രൂപീകരിക്കുന്നതിന് മുൻപേ തന്നെ സൗത്ത് ഗ്രൂപ്പിലെ ചില ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ഡൽഹിയിലേക്ക് വിളിക്കപ്പെടുകയും ഒബ്രോ ഹോട്ടലിന്റെ സ്റ്റേ ഏർപ്പാടാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിനെ തുടർന്ന് അവിടെ പല തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നതായിട്ട് കേസിൽ പറയുന്നുണ്ട്. ചർച്ച നടന്നു എന്ന് പറയപ്പെടുന്ന സമയത്ത് ആ സമയത്തുണ്ടായിരുന്ന CCTV ഫുട്ടേജുകളൊക്കെ അന്വേഷണ സംഘം വളരെ വ്യക്തമായി പരിശോധിച്ചു. പരിശോധനയ്ക്കിടയിൽ അന്വേഷണ സംഘം ഒരു പ്രത്യേക കാര്യം അവിടെ നോട്ട് ചെയ്യുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘത്തിലെ ഒരു വ്യക്തി ബിസിനസ് ഏരിയയിലേക്ക് നടന്നു വരുന്ന കാഴ്ച കാണുന്നു. കുറെ ഫോട്ടോ കോപ്പികളൊക്കെ അദ്ദേഹം അവിടെ നിന്ന് എടുക്കുന്നതും ശ്രദ്ധയിൽപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ അന്വേഷണ സംഘം നടത്തിയപ്പോൾ ആ ഫോട്ടോ കോപ്പിയ മെഷീന്റെ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. ഏജൻസിയുടെ അന്വേഷണത്തിൽ നിന്ന് 36 പേജ് ഫോട്ടോ കോപ്പി എടുത്തതായിട്ട് അവർ കണ്ടെത്തി. അന്വേഷണ സംഘത്തിന്റെ ശക്തമായിട്ടുള്ള ഒരു വാദം എന്തെന്നാൽ ഈ പുതിയ പോളിസിയുടെ ടൈറ്റിൽ ഇൻഡെക്സ് പേജുകളൊക്കെ അങ്ങോട്ട് നമ്മൾ മാറ്റി നിർത്തി നോക്കിക്കഴിഞ്ഞാൽ എക്സാക്ട്ലി 36 പേജുകളായിരുന്നു അതിനുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അത് തന്നെയാണ് കോപ്പി എടുത്തിട്ടുണ്ടാവുക എന്നതാണ് ഇതിലൂടെ വാദിക്കപ്പെട്ടത്. പുതിയ പോളിസി പ്രസിദ്ധീകരിക്കുന്നതിന് ഒരുപാട് ദിവസങ്ങൾക്ക് മുന്നേ നടന്ന ഈ ഒരു മീറ്റിംഗിൽ പോളിസിയുടെ ഡ്രാഫ്റ്റ് എങ്ങനെ വന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു
സംശയമായി, ഒരു അലിഗേഷനായി അന്വേഷണ സംഘം അവിടെ വെക്കുകയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം അവിടെ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനോജ് സിസോദിയയുടെ ഈ ഒരു പുതിയ പോളിസിയുടെ ഡ്രാഫ്റ്റ് സൗത്ത് ഗ്രൂപ്പിന് നൽകുന്നതിനായി തന്റെ സെക്രട്ടറി ആയിട്ടുള്ള സി അരവിന്ദ് മുഖാന്തരം അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിൽ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. തുടർന്ന് അന്വേഷണ സംഘത്തിന്റെ പിടിയിലകപ്പെട്ട സി അരവിന്ദ് രേഖകൾ മുഖേന ഈ ഒരു കാര്യം സത്യമാണെന്ന് സമ്മതിക്കുകയും ചെയ്തതും അരവിന്ദ് കെജ്രിവാളിനെ കൊടുക്കാനിടയായി. തീർത്തും ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കോൺഫിഡൻഷ്യൽ ഡോക്യുമെന്റ് ആണിത്. ഈ ഒരു കോൺഫിഡൻഷ്യൽ ഡോക്യുമെന്റ് ക്യാബിനറ്റിലേക്ക് പോകുന്നതിന് പകരം സൗത്ത് ഗ്രൂപ്പിലേക്ക് എത്തിപ്പെട്ടത് വളരെ ഗുരുതരമായി സംഭവിച്ച ഒരു പിഴവാണെന്നാണ് അന്വേഷണ സംഘം ഇവിടെ വാദിച്ചത്. ഇത് സ്ഥിരീകരിക്കുന്നതിനായി കവിതയുടെയും അദ്ദേഹത്തിന്റെ സി എ ആയിട്ടുള്ള ബുച്ചി ബാബുവായിട്ടുള്ള ഫോൺ സംഭാഷണങ്ങളും അതേപോലെ അവർ തമ്മിലുള്ള മെസ്സേജുകളും അന്വേഷണ സംഘം ഇതിന്റെ വലിയ തെളിവായിട്ട് നിരത്തി. ബുച്ചി ബാബുവിന്റെ പിടിച്ചെടുത്ത ഫോണിൽ ഒരു ഫോറൻസിക് അനാലിസിസ് ഒക്കെ നടത്തിയുണ്ടായി. ഈ അനാലിസിസിന് ശേഷമാണ് ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ ലഭ്യമായതെന്നും അന്വേഷണ സംഘം കോടതിയിൽ പ്രധാനമായിട്ടും വാദിക്കുന്നത് കാണാം. മാത്രമല്ല, അമിത് അറോറ എന്ന ഡീലർ ലഭിക്കുന്ന 12% പ്രോഫിറ്റിൽ നിന്ന് 6% ഇലക്ഷൻ ആവശ്യങ്ങൾക്കായി ഗവൺമെന്റിലേക്ക് തിരിച്ചടയ്ക്കാൻ തനിക്ക് സാധിക്കില്ല എന്ന് വാദിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ പഞ്ചാബിലുള്ള ഫാക്ടറികളെല്ലാം അടച്ചുപൂട്ടും എന്ന ഭീഷണി മുഴക്കിയതായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് സെപ്പറേറ്റ് നടക്കുന്നു. അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ മനീഷ് സിസോദിയയ്ക്കൊപ്പം ഏകദേശം 36ഓളം ആൾക്കാരെ രേഖകൾ മറച്ചു വെക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേക കേസുകളൊക്കെ ചുമത്തി അറസ്റ്റ് ചെയ്തതായിട്ടും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഇഡിയുടെ ഒരു അഭിപ്രായ പ്രകാരം ഇത്തരം നീക്കങ്ങൾക്കായി 170ഓളം ഫോണുകളാണ് കുറ്റവാളികൾ ഈ ഒരു കാലയളവിൽ മാറി ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ഏകദേശം 1.5 കോടിയോളം രൂപ ഇതിന് വേണ്ടിയിട്ട് മാത്രം ചെലവഴിച്ചു എന്നും അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അന്വേഷണ കാലയളവിൽ തന്നെ മനോജ് സിസോദിയുടെ തന്നെ 7ഓളം ഫോണുകളും അതിൽ തന്നെ 4ഓളം സിമ്മുകളും അന്വേഷണ സംഘം അന്വേഷിച്ച് കണ്ടെത്തിയതായിട്ടും പറയുന്നുണ്ട്. ഈ ഫോണുകളുടെയും അതേപോലെ അതിനകത്ത് ഉപയോഗിച്ച സിമ്മുകളുടെയും മാറിയുള്ള ഉപയോഗം അന്വേഷണ സംഘത്തെയും അവരുടെ അന്വേഷണത്തെയും കാര്യമായി തടസ്സപ്പെടുത്തിയിട്ടുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ടെന്നും അന്വേഷണ സംഘം കോടതിയിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ അന്വേഷണ സംഘത്തിന്റെ മറ്റൊരു അഭിപ്രായ പ്രകാരം സ്വരൂപിച്ച തുക ഗോവയിലേക്കാണ് എത്തിക്കുന്നത് എന്ന് പറയുന്നു. ഗോവയിൽ ഇലക്ഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ 4 വ്യത്യസ്ത രീതിയിലേക്കാണ് അവിടെ പണം എത്തിച്ചത് എന്നും പറയപ്പെടുന്നു. ഈ അങ്കാഡിയ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആയിരുന്നു അവർ ഇതിനായിട്ട് ഉപയോഗിച്ചത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലൊക്കെ നൂറ്റാണ്ടുകൾ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു പരമ്പരാഗത ബാങ്കിംഗ് സംവിധാനമാണ് അങ്കാഡിയ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പണങ്ങളും ആഭരണങ്ങളും പ്രധാനപ്പെട്ട രേഖകൾ ഉൾപ്പെടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ സുരക്ഷിതമായി കൊണ്ടുപോകുന്നതിൽ വൈദഗ്ധ്യം നേടിയ ആൾക്കാരുടെ അങ്ങനെയുള്ള വ്യക്തികളുടെ വിശ്വസ്ത ശൃംഖലയാണ് നമ്മൾ അങ്കാഡിയ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്താണ് ഉത്ഭവിച്ചത് എന്ന് മനസ്സിലാക്കാം. അങ്കാഡിയ സേവനങ്ങൾ മേഖലയിലെ വ്യാപാരവും വാണിജ്യവും സുഗമമാക്കുന്നതിന് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അവരുടെ സേവനങ്ങൾക്കൊക്കെ പകരമായിട്ട് അവർക്ക് നാമമാത്രമായിട്ടുള്ള ഒരു ഫീസ് അവർ ഈടാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങേയറ്റം സമഗ്രതയോടും വിശ്വാസ്യതയോടും കൂടി പ്രവർത്തിക്കുന്ന അങ്കാഡിയ എന്നറിയപ്പെടുന്ന ഒരു കൊറിയർ ശൃംഖല, ആ ഒരു സിസ്റ്റത്തെയാണ് അവർ ആശ്രയിച്ചത് എന്നാണ് കേസിൽ പറയുന്നത്. ഇന്ത്യയിൽ ഈ അങ്കാഡിയ സിസ്റ്റം എന്ന് പറയുന്നത് നിയമപരമായി നിലനിൽക്കുന്നതാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട നിരവധി അലിഗേഷനുകളും നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഹവാല പോലെ ബ്ലാക്ക് മണി ട്രാൻസ്പോർട്ടേഷൻ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നൊരു അലിഗേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. 46 കോടി രൂപ ഇപ്രകാരമുള്ള അങ്കാഡിയ സിസ്റ്റത്തിലൂടെ ഗോവയിലേക്ക് എത്തിക്കപ്പെട്ടു. അവിടെ നിന്ന് ആം ആദ്മി പാർട്ടിയുടെ 3 ഔട്ട്ഡോർ ക്യാമ്പയിനേഴ്സ് ഈ ക്യാഷ് കളക്ട് ചെയ്യുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇപ്രകാരമാണ് അത് ഗോവയിൽ എത്തിച്ചത് എന്ന് സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദീകരണവും ഈ റിപ്പോർട്ടിൽ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അടുത്തതായിട്ട് അതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഈ സൗത്ത് ഗ്രൂപ്പിൽ തന്നെ ഭാഗമായിട്ടിരുന്ന അഭിഷേക് ബോയിനാപ്പള്ളി കവിതയുടെ PA ആയിരുന്ന അശോക് കൗശിക്കിനെ ബന്ധപ്പെടുകയും ഡൽഹിയിലെത്തി ദിനേശ് അറോറ എന്നൊരു വ്യക്തിയെ കാണുവാനും അദ്ദേഹം നൽകുന്നതായിട്ടുള്ള ആ ഒരു ക്യാഷ് കളക്ട് ചെയ്യുവാനും ഫസ്റ്റ് ഫേസിൽ ആവശ്യപ്പെടുന്നു. പറഞ്ഞ പ്രകാരം തന്നെ അശോക് കൗശിക്ക് 25 കോടി രൂപ ക്യാഷായി പണം സ്വീകരിക്കുകയും വിനോദ് എന്നൊരു വ്യക്തിക്ക് അത് കൈമാറുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. വിനോദാണ് 3 അങ്കാഡിയമാരുടെ സഹായത്തോടെ പൈസ ഗോവയിലേക്ക് എത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പറയുന്നത്. അപ്പോ ഒന്നാമത്തെ അങ്കാഡിയ എന്ന് പറയുന്ന കീർത്തി അംബാലാലിന്റെ പക്കല് 16 കോടി രൂപയും രണ്ടാമത്തെ അങ്കാഡിയ ആയിട്ടുള്ള നീൽകാന്ത് അങ്കാഡിയ മുഖേന ഏകദേശം 7 കോടിയും മൂന്നാമത്തെ അങ്കാഡിയ ആയിട്ടുള്ള മാ അംബെ എന്ന് പറയുന്ന ഒരു അങ്കാഡിയ മുഖേന 2 കോടിയും കൊടുത്തു വിടുന്നതായിട്ട് കാണാൻ സാധിക്കും. ബാക്കിയുള്ള പൈസ കൂടി ഗോവയിൽ എത്തിക്കുന്നതിനായി മറ്റൊരു സെപ്പറേറ്റ് ഗ്രൂപ്പും ഫോം ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ടാമതായിട്ട് ഫോം ചെയ്ത ഈ ഒരു ദൗത്യവും അഭിഷേക് ബോയിനാപ്പള്ളി തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്തത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഈ അഭിഷേക് ബോയിനാപ്പള്ളി അരവിന്ദ് സിംഗ് എന്നൊരു വ്യക്തിയെ ഈ ജോലി ഏൽപ്പിക്കുന്നു. അപ്പോൾ അരവിന്ദ് സിംഗ് KS എന്റർപ്രൈസസ് അങ്കാഡിയ മുഖേന പണം ഗോവയിൽ എത്തിക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് രണ്ടാമത്തെ ഫേസിൽ കാണാം. ഇപ്രകാരം ദാമോദർ പ്രസാദ് എന്നൊരു വ്യക്തി അഷീൽ കോർപ്പറേഷൻ അങ്കാഡിയ മുഖേന 12 കോടി ഗോവയിൽ എത്തിക്കുന്നതായിട്ട് കാണാം. ഇങ്ങനെ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ ഏകദേശം 45 കോടി
കോടിയോളം രൂപ ഗോവയിൽ എത്തിക്കുന്നതായി ചാർജ് ഷീറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ദാമോദർ പ്രസാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റിയും വ്യക്തമായ വിവരങ്ങൾ ED ഈ റിപ്പോർട്ടിൽ വളരെ ക്ലിയർ ആയിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ചാരിയറ്റ് പ്രൊഡക്ഷൻ മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇതേ പ്രൊഡക്ഷൻ മീഡിയ തന്നെയാണ് ഈ ഗോവയിൽ ആം ആദ്മി പാർട്ടിയുടെ ഔട്ട്ഡോർ ഇലക്ഷൻ ക്യാമ്പയിൻ നിയന്ത്രിച്ചിരിക്കുന്നത് എന്നൊരു കണ്ടെത്തലുണ്ടായി. അപ്പൊ ഇതിന് തെളിവായിട്ട് അതാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഈ അന്വേഷണ സംഘത്തിന്റെ തുടർന്നിട്ടുള്ള വ്യക്തമായിട്ടുള്ള അന്വേഷണത്തിൽ ഈ പൈസകളെല്ലാം തന്നെ ഗോവയിൽ തന്നെ ഈ പൈസകളെല്ലാം വന്നു ചേരുന്നത് കാന്തിലാൽ അങ്കാഡിയയിലാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അദ്ദേഹത്തിനെതിരെ ഒരു റെയ്ഡ് ആ ഒരു കാലയളവിൽ നടക്കുന്നു. തുടർന്ന് ഇത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് EDക്കും CBI സംഘത്തിന് ലഭ്യമാകുന്നു എന്നും കേസിൽ പറയുന്നു. കാന്തിലാൽ അങ്കാഡിയയിൽ നിന്ന് പണം കൈപ്പറ്റിയ 3 പേരുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ ചെന്നെത്തി നിന്നത് അവർ ചാരിയറ്റ് മീഡിയ പ്രൊഡക്ഷൻസിന്റെ പെർമനന്റ് സ്റ്റാഫ് ആയിരുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വിവരത്തിലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഗോവ ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടിയിട്ട് ഈ പണം ദുരുപയോഗം ചെയ്തു എന്ന് ED വാദിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് കോടതിയിൽ പറയുന്നത്. ഇപ്രകാരം ഓരോ രേഖകളും ഡേറ്റകളും വ്യത്യസ്തമായ സ്ട്രാറ്റജിയും ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രത്യേക തരത്തിലുള്ള അന്വേഷണങ്ങൾക്കൊക്കെ ഒടുവിലാണ് അന്വേഷണ സംഘം ഇത്തരത്തിലുള്ള കണ്ടെത്തലുകളുമായിട്ട് കോടതിയെ സമീപിച്ചത് എന്ന് മനസ്സിലാക്കാം. അവിടെ കൊണ്ടൊന്നും ED തങ്ങളുടെ അന്വേഷണം അവസാനിപ്പിച്ചില്ല എന്നുകൂടി മനസ്സിലാക്കുക. ഈ പണം ആം ആദ്മി പാർട്ടി എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്നുകൂടി കണ്ടെത്തുക EDയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഗോവ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പല വെണ്ടേഴ്സിനും ക്യാഷായും ബില്ലിന്റെ രൂപത്തിലും ഒക്കെ ഇത് നൽകിയതായി കണ്ടെത്തി. ഇപ്രകാരം ഇലക്ഷൻ ക്യാമ്പയിനിൽ പങ്കെടുക്കുന്ന പല വെണ്ടർമാർക്കും അങ്കാഡിയ മുഖേന പണം എത്തിച്ചതിന്റെ പലതരത്തിലുള്ള രേഖകളും സ്ലിപ്പുകളും എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമർപ്പിക്കുകയും ചെയ്തു തെളിവുകളായിട്ട്. ഇലക്ഷന്റെ ഭാഗമായി തന്നെ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയിട്ട് പല തരത്തിലുള്ള ക്യാമ്പയിനുകളും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ച ആൾക്കാർക്കെല്ലാം ഇതേപോലെ ക്യാഷായിട്ടോ ബില്ലായിട്ടോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഹവാല തുടങ്ങിയ രീതിയിൽ പണം നൽകിയതിന്റെ രേഖകൾ കൂടി ഇതിന്റെ അനുബന്ധ രേഖയായിട്ട് ED സമർപ്പിക്കുന്ന കാഴ്ചകളും കാണാൻ സാധിക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. ക്രെഡിറ്റ് നോട്ട് ഉപയോഗിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ, കറൻസി നോട്ടിൽ ഉണ്ടാകുന്ന നമ്പർ കോഡുകൾ രൂപത്തിലാക്കി ഫണ്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം, ഇതേപോലുള്ള പല തരത്തിലുള്ള തട്ടിപ്പുകൾ എല്ലാം പ്രത്യേക തെളിവോടുകൂടി ചാർജ് ഷീറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനെപ്പറ്റി കൂടി പറയാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോക്ക് ഇത്ര കൂടി ലെങ്ത് ആവും എന്നുള്ളതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഇപ്രകാരം ഒരു വശത്ത് അന്വേഷണങ്ങളും കണ്ടെത്തലുകളും രേഖകൾ സമർപ്പിക്കലും തെളിവ് കൊടുക്കലും എല്ലാം നടക്കുമ്പോൾ മറുവശത്ത് അരവിന്ദ് കെജ്രിവാളിന് സമൻസ് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ 9ാമത്തെ സമൻസ് കിട്ടിയിട്ടും റെസ്പോണ്ട് ചെയ്യാത്ത ഒരു സിറ്റുവേഷനിൽ ED അരവിന്ദ് കെജ്രിവാളിന്റെ റെസിഡൻഷ്യലിൽ നേരിട്ടെത്തുകയും അവിടെ പല രീതിയിലുള്ള തെരച്ചിലുകൾ നടത്തുകയും അതിനോടൊപ്പം തന്നെ ഏകദേശം 2 മണിക്കൂർ നീണ്ടു നിന്ന ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണുകളിലേക്ക് കൂടി ഈ അന്വേഷണം വ്യാപിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതാണ് ഈ സ്റ്റോറിയുടെ ലാസ്റ്റ് പാർട്ട് ആയിട്ട് മനസ്സിലാക്കാനുള്ളത്. ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതെന്തെന്നാൽ കെജ്രിവാളിന്റെ പക്കൽ നിന്ന് പ്രത്യേകിച്ചുള്ള രേഖകളോ പോർട്ട്ഫോളിയോകളോ എന്തിനേറെ പറയുന്നു ഈ ഒരു തരത്തിലുള്ള രേഖകളിലും അദ്ദേഹം ഒപ്പുവെച്ചതായിട്ട് പോലും ഒരു പ്രത്യേക തരത്തിലുള്ള തെളിവുകളൊന്നും അവിടെ ലഭിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്നിട്ടും അദ്ദേഹത്തിലേക്ക് തന്നെ എന്തുകൊണ്ട് ഈ ഒരു കേസ് ഫോക്കസ് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ അറസ്റ്റ് നടപടിയിലേക്ക് എന്തുകൊണ്ട് പോകുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് എന്ന നിലയിലായിരിക്കും സകല ഉത്തരവാദിത്തങ്ങളും അദ്ദേഹത്തിന്റെ തലയിലേക്ക് വന്ന് വീഴുകയും അദ്ദേഹത്തിന് ഈ രീതിയിലുള്ള അറസ്റ്റ് പോലെയുള്ള പ്രോസസ്സുകളിലേക്ക് പോകേണ്ടി വന്നതും എന്നാണ് ചിന്തിക്കുന്നത്. രാഷ്ട്രീയപരമായി ഉണ്ടാക്കാവുന്ന ഒരു നേട്ടവും ഇതിന്റെ കൂടെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് എന്നാണ് പറയാനുള്ളത്. അന്വേഷണങ്ങളൊക്കെ പൂർണ്ണ രീതിയിൽ പൂർത്തിയായിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. ഇനിയും മുന്നോട്ട് കുറെ അന്വേഷണങ്ങൾ പോകുന്നതിനനുസരിച്ച് കൂടുതൽ തെളിവുകൾ നൽകുമെന്നാണ് അന്വേഷണ സംഘം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ പുതുതായിട്ടുണ്ടായ ഒരു ഇഷ്യൂ ആണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർത്തി കാണിച്ചതിന്റെ ഒക്കെ ഭാഗമായിട്ട് അതിനെ മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഫേക്ക് കേസുകളൊക്കെ കൊണ്ടുവന്നത് എന്നാണ് ആം ആദ്മി പാർട്ടി ഇതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് പറയുന്ന കാര്യം. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേസുകളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരണമെങ്കിൽ ഇനിയും കൂടുതൽ പ്രോഗ്രസ്സുകൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അപ്പോൾ ശരിക്കും പ്രശ്നം നേരിടുന്നത് ഡൽഹിയിലെ ജനങ്ങളൊക്കെ ആണെന്ന് പറയേണ്ടി വരും. അവരെ നോക്കേണ്ട, അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ഭരണകൂടം അടക്കമുള്ള നേതാക്കളെല്ലാം ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കെജ്രിവാളുമായി ബന്ധപ്പെട്ട ലിക്കർ പോളിസി കേസിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ, ഈ കേസിന്റെ ഹിസ്റ്ററി വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. ഈ കേസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും നിങ്ങൾക്ക് തന്നെ ഇതിനെപ്പറ്റിയുള്ള ഇതിന്റെ ശരിയും തെറ്റും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും ഒരു സെൽഫ് അനാലിസിസ് നടത്താനും ഇതിലൂടെ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടന്റ് ഇഷ്ടമായെങ്കിൽ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമായി മറ്റൊരു ദിവസം വീണ്ടും കാണും വരെ ഇറ്റ്സ് മീ ലിജു സൈനിങ് ഓഫ്.